ഈ ചെമ്മീൻ കറീൻ്റെ കളറൊന്നും കണ്ടാരും പേടിക്കേണ്ട, അത്ര വലിയ എരിവൊന്നും ഇതിനില്ല കേട്ടോ. എരിവൊക്കെ കുറഞ്ഞിട്ടുള്ള എന്നാൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയുള്ള നല്ലൊരു ചെമ്മീൻ മുളകിട്ടതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചെറിയുള്ളി ചതച്ചത്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, പിന്നെ തക്കാളി നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് അരയ്ക്കണം കേട്ടോ. പിന്നെ പച്ചമുളക് ഒരു 2-3 ചെറിയ ഉള്ളി ഇതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി ഉലുവ പൊട്ടിച്ചിട്ട് നമുക്ക് ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം കൂടെ അതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. എന്നാൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയാണ് ഇടുന്നത്. അതും നല്ലപോലെ വാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ അകത്തുള്ള എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം പുളിവെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പുളിയൊക്കെ ഒന്ന് വേവുന്നത് വരെ തിളച്ച ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചെമ്മീനും കൂടെ ചേർക്കാം. ഞാൻ തലയും എല്ലാം മൊത്തത്തിലുള്ള ചെമ്മീനാട്ടോ ഇടുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അത്രയും വേണ്ടു. നമ്മുടെ മുളകിട്ട ചെമ്മീൻ കറി റെഡി. നല്ല തിക്കാട്ടോ ഇത്. ഇതിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മേലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്.